പ്രിയമുള്ളവരെ, ഈശ്വരവിശ്വാസവും ക്ഷേത്രാചാരവും ഇത് രണ്ടും രണ്ടാണ് എന്ന് എല്ലാ ക്ഷേത്ര വിശ്വാസികളും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എപ്പോഴും തൻ്റെ ഭഗവാനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസമനുസരിച്ച് ഭഗവാനും ഭക്തനും നടുവിൽ ഒരാചാരമോ ഒരനുഷ്ഠാനമോ ഒരു ചിട്ടവട്ടങ്ങളോ ഇല്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു ഭക്തന് തൻ്റെ ഈശ്വരനെ തൻ്റെ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പക്ഷേ ക്ഷേത്രാചാരമനുസരിച്ചാണെങ്കിൽ ഇതേ ഭഗവാനെ ദർശിക്കണമെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലും നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ഏത് മതത്തിൻ്റെ ആരാധനാലയങ്ങളാണെങ്കിലും ശരി, എല്ലാ സ്ഥലത്തും ഈ ഒരു ചിട്ടവട്ടങ്ങൾ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ടുന്നതുമാണ്. ഹിന്ദു ആചാരപ്രകാരം താന്ത്രികപരമായും ഒപ്പം കൗളാചാരമായും രണ്ട് തരം ആചാരങ്ങൾ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതിൽ താന്ത്രികപരമായാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ, പൂജകൾ, ഉത്സവം, ശുദ്ധിക്രിയ എന്നിവയെല്ലാം ഒരു തന്ത്രി നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ച പ്രകാരം വളരെ ചിട്ടവട്ടങ്ങളോടും ആചാരങ്ങളോടും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് താന്ത്രിക വിധി. അപ്പോൾ ഇങ്ങനെ താന്ത്രിക വിധി പ്രകാരമായി പോകുന്ന ഒരു ക്ഷേത്രത്തിലും അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒരു പ്രത്യേകതയും ഉണ്ടാവുകയില്ല. മറിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ എല്ലാ പേരും തുല്യരായിരിക്കും. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, പൂജയോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്തുവാൻ ക്ഷേത്രതന്ത്രിക്കോ അല്ലെങ്കിൽ ക്ഷേത്ര മേൽശാന്തിക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾക്കോ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കില്ല. പ്രത്യേകിച്ചും തന്ത്രിക്ക് പോലും ആ ഒരു അവകാശം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഈ ആചാരങ്ങൾ മാറ്റണമെങ്കിൽ അത് പൂർണ്ണമായും ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ക്ഷേത്ര ജ്യോത്സ്യനെ കൊണ്ടുവന്ന് ആ ജ്യോത്സ്യൻ ദൈവഹിതം അറിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇത്രയും ഇവിടെ പറയുവാൻ കാരണം, നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിവേദ്യം നൽകുക എന്നുള്ളത്. ഭഗവാനെ അന്നം ഊട്ടുക എന്നുള്ളതാണ് ഈ ചടങ്ങ് വഴി, അല്ലെങ്കിൽ ഈ ചടങ്ങിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അന്നം ഊട്ടുക എന്നുള്ളതാണ്. ഭഗവാന് വയ്ക്കുന്ന നിവേദ്യ ചോറിൽ നിന്നാണ് കുറച്ച് ചോറെടുത്ത് നമ്മൾ ആദ്യമായി ചോറുണ്ണാൻ വരുന്ന കുഞ്ഞുങ്ങളെ ഊട്ടുന്നത്. അപ്പോൾ അത് ഭഗവാനെ നിവേദ്യം കൊടുത്തതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഭഗവാന് നിവേദ്യം കൊടുക്കുന്നത് അതിനൊരു കൃത്യസമയമുണ്ടാകും, അതിന് മാറ്റം വരുത്താൻ സാധിക്കില്ല. കാരണം അതൊരു പടിത്തരത്തിൻ്റെ ഭാഗമാണ്, ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി സമയമെടുത്തു, ആയതുകൊണ്ട് ആ സമയം ചോറൂണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ക്ഷേത്രാചാരത്തിനും ഒപ്പം തന്നെ ഭഗവാനും വിരുദ്ധമായി ചെയ്യുന്ന കാര്യമാണ് എന്ന് മാത്രം ഓർത്തിരിക്കുക. ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ ചോറൂണ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ക്ഷേത്രത്തിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ മേൽശാന്തിയുമായി ബന്ധപ്പെടുക. ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് മാത്രം ചോറൂണ് കൊടുക്കുവാൻ ശ്രമിക്കുക. അല്ലാതെ ക്ഷേത്രാചാരങ്ങൾക്കും ഭഗവാനും വിരുദ്ധമായി തൻ്റെ കുഞ്ഞിനെ ആദ്യമായി ഊട്ടുവാൻ ഒരാളും ശ്രമിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.